ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജിഷേച്ചി ഉണ്ടാക്കുന്ന അച്ചാറുകൾ ടേസ്റ്റി ആയിരിക്കും. കലക്കാൻ. അപ്പോൾ നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ജിഷേച്ചീൻ്റെ അടുത്ത് അച്ചാറിൻ്റെ പുതിയ ടേസ്റ്റുമായിട്ട്. ഇന്നലെ ചേച്ചി അച്ചാറ്? ഇന്നൊരു ഇഞ്ചി അച്ചാറിടാം. ഇഞ്ചിക്കും ബീഫിൻ്റെ വരെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഇഞ്ചി നോക്കാം നമുക്ക്. അതല്ലേ, ഓക്കെ. ബീഫ് അച്ചാറിട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒത്തിരി പേര് കമൻറ്റ് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറേ പേര് അതേപോലെ തന്നെ ചെയ്ത് നോക്കിയെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി അച്ചാറും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ചേച്ചി ഓരോന്ന് വിശദമായിട്ട് പറഞ്ഞ് അത് ചെയ്തോ, ഞാനിത് കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ. ഓക്കെ. ഇന്നിപ്പോൾ നമ്മൾ ഇഞ്ചി അച്ചാർ ഇടാനാണ്. ഇഞ്ചി ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ കട്ട് പോകാനായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്കൊന്ന് ഊറ്റിക്കളയാം. വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പം തിളക്കട്ടെ കേട്ടോ. തിളച്ചു ഇത്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. അതിന് നമുക്ക് അടുത്ത് ഈ പാൻ അടുപ്പത്ത് ഒന്ന് ചൂടാക്കാം. ചൂടായി ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി അച്ചാർ ഉണ്ടാക്കാൻ എളുപ്പമാണ്, അരിയുന്ന താമസമേ ഉള്ളൂ, പെട്ടെന്നാകും. എണ്ണ വയ്യ ചൂടായി വരുന്നുണ്ട്. വെള്ളം കളഞ്ഞ് റെഡിയാക്കി എടുത്തതാണ്. ഇനി നമ്മളത് വറക്കണം. ഈ അടുത്തത് ഉലുവയാണ്. ഉലുവയും കൂടെ ഇട്ട് തീ കുറച്ച് കൊടുക്കണേ. നമുക്ക് വറക്കാനുള്ള ഇഞ്ചി ഇതിനകത്തേക്ക് ഇടാം. തീ കുറച്ച് കേട്ടോ വെച്ചിരിക്കുന്ന. ഇതും എണ്ണ ഇങ്ങനെ ആട്ടിയെടുത്ത എള്ള ആട്ടി ഡയറക്റ്റായിട്ട് മായമൊന്നും ഇല്ലാത്ത ആയതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത്. ഇനി തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് നല്ല ചൂടാണ്, അതിൽ കിടന്ന് ഇത് പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഇനി അടുത്തത് നമുക്ക് അതിനകത്തേക്ക് അതിന് വേണ്ട വെളുത്തുള്ളി, ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പിലയാണ്, നമ്മുടെ പറമ്പിലെ തന്നെയാണ്. അതിലേക്ക് ഒരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കണേ. വറക്കുന്ന കൂടെ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇഞ്ചിക്കൊരു മയവും കിട്ടും, ഇതിലേക്ക് പിടിക്കുകയും ചെയ്യും. ഇത് റെഡിയായി. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. ഇതിനകത്ത് വേണ്ട സാധനങ്ങളെല്ലാം ചേർക്കാം. നമുക്ക് ആദ്യം മഞ്ഞൾ തന്നെ ചേർത്തേക്കാം. മഞ്ഞൾ നമ്മൾ നേരത്തെ പൊടിച്ച് എടുക്കുന്ന മഞ്ഞൾ തന്നെയാണ്. ഇത് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ഒരു ശകലം. ഇഞ്ചി ആയതുകൊണ്ട് അധികം മുളക് പൊടി വേണ്ട. പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഒരു പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ പൊടിയാണ്. കായം, ഉലുവ അതൊക്കെ കൂടെ പൊടിച്ച ഒരു സാധനം. ഒരു ശകലം ചേർക്കുക. കളറോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൊടിച്ചെടുക്കുന്നതാണ്. സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി അച്ചാർ റെഡിയായി അല്ലേ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജിഷേച്ചി ഉണ്ടാക്കുന്ന അച്ചാറുകൾ ടേസ്റ്റി ആയിരിക്കും. കലക്കാൻ. ഇഞ്ചിയുടെ ഒത്തിരി കുത്തൽ അങ്ങനെയുണ്ടോ? കുത്തലില്ല.
അതിനാണ് ആ വെള്ളം ഒഴിക്കുന്നത് അല്ലേ? വെള്ളത്തിലൊന്ന് ഊറ്റിക്കളഞ്ഞ് തിളപ്പിച്ചതിൻ്റെ ആ കട്ട പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഭയങ്കര കുത്തലായിരിക്കും. അപ്പോൾ അതൊരു ടെക്നിക്കാണ്. അപ്പോൾ എന്തായാലും സൂപ്പർ അച്ചാറാണ്. അപ്പോൾ ഈ ജസ്റ്റ് ചേച്ചി കാണിച്ചു തന്ന പോലെ തന്നെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ആ ടേസ്റ്റ് അനുഭവിച്ചിട്ട് കമൻറ്റുകളായിട്ട് അറിയിക്കണം അല്ലേ? എല്ലാവരും അഭിപ്രായം പറയണം. അതുപോലെ തന്നെ മൂവാറ്റുപുഴയാണ്, വന്ന് മേടിക്കുക എല്ലാവർക്കും. ഈ അച്ചാർ ഇവിടെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഏതൊക്കെയാണ് മെയിനായിട്ടുള്ളത്? മെയിനായിട്ട് പ്രോൺസ്, ഈന്തപ്പഴം, നാരങ്ങ കൂടെ ഉള്ളതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഈന്തപ്പഴം നാരങ്ങ, ഈന്തപ്പഴം നാരങ്ങയും കൂടെ ഉള്ള അതാണ് മെയിനായിട്ട് നമ്മുടെ സ്പെഷ്യൽ. അതാണ് നമ്മുടെ സ്പെഷ്യലാണത്. പിന്നെ ഫിഷുണ്ട്, ബീഫുണ്ട്, വെളുത്തുള്ളി, മാങ്ങ, അത്യാവശ്യം എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ റംബുട്ടാൻ ചെയ്യുന്നുണ്ട് സീസണിൽ. അപ്പോൾ ഇനിയായിട്ട് റംബൂട്ടാൻ അച്ചാർ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കാം. ഇപ്പം മൂവാറ്റുപുഴ കൂടി പോകുന്നവർക്കൊക്കെ ഇവിടെ വന്നാൽ ഇഷ്ടം പോലെ സാധനമായിട്ട് പർച്ചേസ് ചെയ്ത് പോകാം കേട്ടോ. ഒപ്പം സംസാരിൻ്റെ ഇവിടെ നാച്ചുറൽ ടു ഹോമിലൂടെ നിങ്ങൾക്ക് സൈറ്റിലൂടെ മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും